R റേഡിയസ് ഉള്ള ഒരു ലോങ് തിക്ക് വയറിലൂടെ I എന്ന കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. കണ്ടക്ടറിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ബയോട്ട്-സവാർട്സ് ലോ ചെറിയ കറന്റ് എലമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ ഇൻഫിനിറ്റ്ലി ലോങ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറാണ് ഉള്ളത്. അതിനാൽ നമ്മൾ ആംപിയേഴ്സ് ലോ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പോകുന്നത്. ആംപിയേഴ്സ് ലോ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 ടൈംസ് ഐ എൻക്ലോസ്ഡ് എന്നതാണ് ആംപിയേഴ്സ് ലോ. നമുക്കറിയാം ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും കോൺസെൻട്രിക് സർക്കിൾസ് ആയി മാഗ്നറ്റിക് ഫീൽഡ് രൂപപ്പെടുന്നുണ്ട്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണാൻ സാധിക്കും. റൈറ്റ് ഹാൻഡിലെ തമ്പിനെ കറന്റിന്റെ ഒഴുക്കിന്റെ ഡയറക്ഷനിലേക്ക് പിടിക്കുമ്പോൾ കേൾഡ് ഫിംഗേഴ്സ് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിച്ചു തരുന്നു. ഇവിടെ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരുന്നത്. നമ്മുടെ ഈ സർക്കിളിലെ ഓരോ പോയിന്റും കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ നിന്ന് R എന്ന സെയിം ഡിസ്റ്റൻസിലാണുള്ളത്. അതിനാൽ എല്ലാ പോയിന്റിലും വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആയിരിക്കും. ആംപീരിയൻ ലൂപ്പ് ചൂസ് ചെയ്യുമ്പോൾ ഈ ഇന്റഗ്രേഷൻ ഈസിയായി ചെയ്യാൻ സാധിക്കുന്ന അനുയോജ്യമായ ആംപീരിയൻ ലൂപ്പിനെയാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഒരു റെക്ടാങ്കുലർ ആംപീരിയൻ ലൂപ്പിനെയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ലൂപ്പിന്റെ എല്ലാ പോയിന്റിലും മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആയിട്ടല്ല വരുന്നത്. അതിനാൽ നമുക്ക് ഈ ഇന്റഗ്രേഷൻ ഈസിയായി ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ സർക്കുലർ ഷേപ്പിലുള്ള ആംപീരിയൻ ലൂപ്പിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എല്ലാ പോയിന്റിലും സെയിം ആയതിനാൽ നമുക്ക് BA ഇന്റഗ്രേഷന്റെ പുറത്തെടുക്കാനും ഈസിയായി ഇന്റഗ്രേഷൻ ചെയ്യാനും സാധിക്കുന്നു. അതുപോലെ ഇവിടെ DL വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും എല്ലാ പോയിന്റിലും സെയിം ഡയറക്ഷനിൽ ആയതിനാൽ B ഡോട്ട് DL ഉം ഈസിയായി കാണാൻ സാധിക്കുന്നു. ഇവിടെ B ഡോട്ട് DL എന്ന് പറയുന്നത് BDL cos തീറ്റയ്ക്ക് ഈക്വൽ ആണ്. മാഗ്നറ്റിക് ഫീൽഡിനും DLനും ഇടയിലുള്ള ആംഗിൾ 0 ആയതിനാൽ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് കാണുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആയതിനാൽ അതിനെ നമുക്ക് ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. ശേഷം DLനെ ഈ സർക്കുലർ പാത്തിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ്. ഇവിടെ സർക്കംഫറൻസിനെ 2πr എന്ന് കൊടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇങ്ങനെയാണ് വരുന്നത്. അടുത്തത് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലെ I എൻക്ലോസ്ഡ് ആണ് കാണേണ്ടത്. ആംപിയേഴ്സ് ലോ പ്രകാരം ഈ ലൂപ്പുമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇമാജിനറി സർഫസിലൂടെ കടന്നു പോകുന്ന ടോട്ടൽ കറന്റ് ആണ് I എൻക്ലോസ്ഡ് എന്ന് പറയുന്നത്. ഇവിടെ അത് I ആണ്. ഇവിടുന്ന് മാഗ്നറ്റിക് ഫീൽഡിന് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ലഭിക്കുന്നു. ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് മാഗ്നറ്റിക് ഫീൽഡ് സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ്. എന്നാൽ ക്യാപിറ്റൽ R എന്ന ടേം ഇക്വേഷനിൽ ഇല്ലാത്തതിനാൽ തിക്ക് വയർ ആയാലും തിൻ വയർ ആയാലും കറന്റ് സെയിം ആണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡും സെയിം ആയിരിക്കും.